ഓക്കെ സാർ. എന്താ പുതിയ കമ്മീഷണറാണോ? ചേട്ടനെ കാണാൻ വന്നതാണോ? അല്ലാതെ സാറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. എന്താ അറസ്റ്റ് ചെയ്യാനോ? എവിടുന്ന് വന്നാടാ ഈ കമ്മീഷണർ? എന്താ എന്താ വിചാരിച്ചേക്കുന്നത്? വെട്ടടാ അവനെ. ഞാൻ ആരാണെന്ന് അവൻ അറിയില്ലേ? തന്നെക്കുറിച്ച് അറിയാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. ഞാൻ ആരാണെന്ന് നിന്നെ അറിയിക്കാൻ വന്നതാ. മധുരയ്ക്ക് വന്നുവെങ്കിൽ മീനാക്ഷിയെ തൊഴുതിട്ട് മട്ടനും ദോശയും കഴിച്ചിട്ട് പോയാൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പോകാവല്ലേ? മിനിസ്റ്ററോട് പറ, സിഎമ്മിന് ഫോൺ ചെയ്യാറുണ്ടോ? പോകുന്ന വഴിക്ക് തരാം. ശിവ, കൈവിട്ട ആയുധവും വാക്കും തിരിച്ചെടുക്കാനാവില്ല. ആദ്യം നീ ഇവിടുന്ന് ജീവനോടെ പോയിട്ട് വേണ്ടേ? നിന്റെ കൂടെ ഇത്രയധികം ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞിട്ടും തനിച്ചാ വന്നത്. ആ ധൈര്യം നിനക്കുണ്ടോ? പോകാം, വാ. പറ്റുമെങ്കിൽ അകത്താക്കി നോക്ക്. അതെ അച്ഛാ, അതെ വേണ്ട വേണ്ട അച്ഛാ. ശക്തി എന്താ പറഞ്ഞേ? ഇതായിട്ട് കമ്മീഷണറാ. നീയൊക്കെ എന്ത് ചെയ്യുമായിരുന്നു അവിടെ? ചേട്ടാ, ഞാൻ കോടതിയിലുണ്ട്. ഇവിടെ വന്നില്ലല്ലോ ചേട്ടാ. ഞാനും കേട്ടായിരുന്നു മോനെ. സാറിന് ഇവിടെ കൊണ്ടുവന്നില്ലല്ലോ. എവിടെയാണ് അച്ഛനിപ്പോ ഉള്ളത്? ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. കമ്മീഷണർ ഓഫീസിലും പോയിട്ടില്ല, കോർട്ടിലും പോയിട്ടില്ല, ജയിലിലും പോയിട്ടില്ല. പിന്നെ അച്ഛൻ എവിടെയാണ്? എവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്? അമ്മേ, ഇറങ്ങ്. എത്ര വലിയ ആളാണെങ്കിലും ഇറക്കും. അതാണ് പോലീസ്. അകത്തിട്ടാൽ ആ നിമിഷം തന്നെ പുറത്തു വരുമല്ലോ. അതുകൊണ്ട് തന്നെയാ 5 മണിക്കൂർ എന്റെ കസ്റ്റഡി വെച്ചത്. ഒരു പോലീസിന് ക്രിമിനലായി ചിന്തിക്കാം, പക്ഷെ ഒരു ക്രിമിനലിന് പോലീസിനെ പോലെ ചിന്തിക്കാൻ കഴിയില്ല. എനിക്ക് ശബ്ദം ഇഷ്ടമല്ല, അതും നിന്നെ പോലുള്ളവന്റെ ശബ്ദം ഒട്ടും ഇഷ്ടമല്ല. എന്റെ പരിധിയിലുള്ള സ്ഥലം ക്ലീൻ ആയിരിക്കണം. എനിക്ക് പേടിയില്ല. പോലീസ് എന്ന് പറയുന്നത് ഒരാളല്ല. ഞാൻ പോയാൽ വേറൊരാൾ, ഒരാൾ പോയാൽ മറ്റൊരാൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നീ ഒരാളേ ഉള്ളൂ. പേടി നിന്നെ വിട്ടു പോകില്ല. ഇത് കാണുമ്പോഴെല്ലാം നിനക്ക് അറസ്റ്റിന്റെ ഓർമ്മ വരണം. തെറ്റുകൾ ആവർത്തിക്കരുതെന്ന് തോന്നണം. ഇവിടെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് ഓർക്കുകയാണോ? പെരുവടിയിൽ വന്നെങ്കിലേ നിനക്കെല്ലാം മനസ്സിലാകൂ. കുത്തിയിരുന്ന് ആലോചിക്ക്. എന്നും പോലീസിന് താഴെ തന്നെയാ ശിവൻ.
ആരാ ചോദിച്ചു കേട്ടില്ലടാ? കൈവച്ചത് കൊണ്ട് കൈ ഞാൻ വെട്ടുന്നത്. ജയിലിലിട്ടിരുന്നെങ്കിലുണ്ടല്ലോ നിന്റെ തല ഞാൻ എടുത്തേനെ. എന്നാ എടുത്തോ. നടു റോഡിലിരുന്ന് ആലോചിക്ക. പോലീസ് എന്നല്ല, എന്റെ അച്ഛനേക്കാൾ വലുതായിട്ട് ആരും ഉണ്ടാവരുത്. അവന്റെ കൈ വെട്ടിയത് കൊണ്ടായില്ല, കൊല്ലേണ്ടതായിരുന്നു. എത്ര പേരെ കൊല്ലും? പേടിയോ? ശിവന് പേടിയോ? പറഞ്ഞല്ലോ അവനെ കണ്ടാൽ എനിക്ക് പേടിയാണെന്ന്. അവൻ പരമശിവന്റെ കഴുത്തി കിടക്കുന്ന പാമ്പാണ്. ഒന്ന് തീർത്താൽ ആ സ്ഥാനത്ത് വേറൊന്നു വരും. പ്രശ്നം പാമ്പല്ല, അതിരിക്കുന്ന സ്ഥലം. ആ സ്ഥലം നമ്മുടെ കയ്യിൽ വരണം. അതിന് കള്ളനും പോലീസും കളിയിൽ കള്ളൻ നമ്മുടെ ആളാവണം, പോലീസ് നമ്മുടെ ആളായിരിക്കണം. മനസ്സിലായില്ല. ഒരു പോലീസ് ക്രിമിനലായി ചിന്തിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അവൻ കാണിച്ചു തന്നു. ഒരു ക്രിമിനൽ പോലീസായാൽ എന്ത് നടക്കുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കാം. അതിന് നമ്മുടെ കൂടെയുള്ള ഒരാൾ പോലീസാവണം. അവൻ നമ്മുടെ വിശ്വസ്തനായിരിക്കണം. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ? ആ, ഉണ്ട്. ആരാ? ശിവൻ രൂപമെങ്കിൽ അവൻ നിഴല. എന്തും നേരിടാൻ വേണ്ടി ഉരുക്കുപോലെ നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനാ. വേറെ ആരാണ്? എന്റെ ശക്തി. ഫ്രണ്ട് പോലീസായിട്ട് വന്നപ്പോ ചാക്ക് സൂചിക്കാ പുറകെ കുത്തി വിട്ടത്. ഫ്രണ്ട് പോലീസാന്ന് പറഞ്ഞപ്പോ പ്രേമം പോലും വേണ്ടാന്ന് വെച്ചു. നിന്റെ അച്ഛൻ രാവിലെ കോമഡി ആണല്ലോ അടിക്കുന്നത്. എന്റെ ചേട്ടന് വിവരമില്ലടാ. ഇങ്ങനെ പറഞ്ഞെന്ന് പറയട്ടെ. എന്താച്ചാ? ശക്തി അയക്കൂ. അയക്കാം. കറക്റ്റ് ആയിരിക്കുമല്ലോ, അയക്കൂ. ശരി അച്ഛാ. അമ്മേ, ആള് കുടുങ്ങി കേട്ടോ. അച്ഛാ, ആകുന്നോണ്ട് കുഴപ്പമില്ല. എന്താകാനാ? പോലീസ് അയക്കൂ. ശരി അച്ഛാ. എന്താകാനാ? പോലീസോ? അച്ഛാ, ഞാൻ ചാകാൻ പോലും തയ്യാറാ. പക്ഷെ പോലീസൊന്നും ആകില്ല അച്ഛാ, നടക്കില്ല. നടന്നതെല്ലാം കണ്ടതല്ലേ? ഇനി അതെല്ലാം ശ്രദ്ധിച്ചാ പോരെ? നമ്മളെ കൺട്രോൾ ചെയ്യുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ നീ പോലീസ് ആവണം. അതുകൊണ്ട് നിന്നെ പോലീസാക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതൊന്നും നടക്കില്ല അച്ഛാ. നടക്കും, നടന്നേ തീരും. നടക്കില്ല അച്ഛാ. നടക്കും. അത് നടക്കില്ല. സാറേ, എന്താടാ സാറേ, എന്തായാലും സാറ് പോലീസാവും. 20 വർഷമായില്ലേ സാറേ ഈ വേഷം. ഞാൻ കാക്കി ഉടുപ്പ് ഇട്ടോട്ടെ. ഇടിച്ചെന്നിട്ട് അയ്യോ, എന്നെ കൊല്ലല്ലേ. അയ്യോ, എന്നെ കൊല്ലല്ലേ. ഹേയ്, പിടിക്കടാ അവനെ. അയ്യോ, അയ്യോ, ഞാൻ അടിവസ്ത്രം ഇട്ടിട്ടില്ല. ചെയ്യരുത്. അയ്യോ. പിടി, പിടി, പിടി. മൂന്ന് വാക്ക് എഴുതാൻ വേണ്ടി ഉള്ള ശക്തി മുഴുവൻ വെറുതെ കളഞ്ഞല്ലോടാ.
ഒരൊപ്പിട്ട് കൊടുത്ത പോലീസ് ആകുമല്ലേ? എഴുത്. എന്താടോ ഇവിടെ ഗ്രൂപ്പായിട്ട് എല്ലാം കൂടെ ചെയ്തോണ്ടിരിക്കുന്നത്? ഇത് ഗ്രൂപ്പ് 1 എക്സാം അല്ലേ? അതാ ഗ്രൂപ്പ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ക്വാർട്ടർലി എക്സാം ആണെ ക്വാർട്ടർ അടിച്ചോണ്ട് എഴുതുവോ? ഹാഫിലി എക്സാം ആണെ ഹാഫ് അടിച്ചോണ്ട് എഴുതുമായിരിക്കും അല്ലേ? എഴുതേക്ക്. എക്സാം എഴുതുന്നോ മാത്രം മതി ഇവിടെ, ബാക്കിയെല്ലാം പുറത്തു പോകും. എടാ പോകാൻ പറഞ്ഞില്ലേ എന്നോട്? ഓ ചേട്ടാ. പരീക്ഷ ജയിച്ചെങ്കിലല്ലേ പോലീസ് ആകുള്ളൂ. റിസൾട്ട് വന്ന് കാണുമല്ലേ? എന്തെങ്കിലും എഴുതി വെച്ചെങ്കിലല്ലേ ഞാൻ ജയിക്കുള്ളൂ. ഈ ഞാൻ എവിടുത്തെ പോലീസ് ആകാനാ? ആയി കഴിഞ്ഞു. എന്താ എന്ന് ഒന്നുകൂടെ പറഞ്ഞേ. ശക്തി, പിന്നെ ഞങ്ങളൊക്കെ എന്തിനാടാ ഇവിടെ ഉള്ളത്? നിന്നെ അങ്ങനെ ആക്കാതെ വിടുവോടാ? നിന്റെ അച്ഛൻ വിചാരിച്ച എന്തെങ്കിലും നടക്കാതിരുന്നിട്ടുണ്ടോ? അവന്റെ നോട്ടം കണ്ടില്ലേ? ശക്തി, മോൻ പോലീസൊന്നും ആകണ്ട. ഞാൻ പോലീസ് ആകുന്നത് അച്ഛൻ ഇത്രയും സന്തോഷമാണെങ്കിൽ ഞാൻ ആകാമേ. ചെറുപ്പം തൊട്ട് എന്റെ മോന് കാക്കി ഇഷ്ടമല്ലാത്തല്ലേ? അച്ഛന് ദേഷ്യം വരുമ്പോൾ കണ്ണ് ചുവന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ കണ്ണ് നിറഞ്ഞ് ഞാൻ അന്നാണ് കണ്ടത്. ഇനി ഒരിക്കലും അച്ഛനെ ഞാൻ അങ്ങനെ കാണാൻ പാടില്ലമ്മേ. അച്ഛൻ്റെ ആഗ്രഹമല്ലേ. പോലീസ്. അയ്യോ. എന്താ ശക്തി ഇത്? നീ കാക്കിയിട്ട് വലിയ ഗെറ്റപ്പിൽ വരുമെന്നാ ഞാൻ വിചാരിച്ചേ. എന്താ ഇങ്ങനെ ഈ വേഷത്തിൽ? പോലീസ് ആകണമെന്ന് എന്നോട് പറഞ്ഞു, പോലീസായി. പോലീസ് ഡ്രസ് ഒന്നും എന്നെ കൊണ്ടിടാൻ പറ്റത്തില്ല, പറഞ്ഞേക്കാം. ശരി, പോലീസായില്ലേ? അത് മതി. ഇനി കണ്ടോ കളി? ഇങ്ങോട്ട് നോക്ക് ശക്തി, നിനക്ക് ഇവിടെ തന്നെ പോസ്റ്റിംഗ്. അടിച്ചു പൊളിക്കണം നീ. അയ്യോ, എനിക്ക് പണി തരാൻ റെഡിയായിട്ട് നിൽക്കല്ലേ? ഓടോ.
മാല എവിടെ? സാർ, ഈ മാല ആരാ ഒന്ന് കഴുത്തിലിട്ട് തരുന്നത്? ഒന്ന് വേഗം ഇട്. ആ ആ About time. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായടാ. ആഹാ, ബ്രില്യൻ ക്യാച്ച്. അന്ന് നിന്റെ ടേൺ, ഇന്ന് എന്റെ ടേൺ. എങ്ങനെയുണ്ട് മോളെ ഈ പിടുത്തം? ഇന്ന് മുതൽ മാല പടക്കം പോലെ അങ്ങ് തുടങ്ങുമല്ലേ? About time. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എല്ലാം കഴിഞ്ഞല്ലോ. ലിസൺ ടു മീ കെയർഫുള്ളി, ബി സീരിയസ്. ഈ മധുര സിറ്റിയുടെ ചുറ്റളവ് എത്രയാണെന്നറിയാമോ? തലയിലെ തൊപ്പേക്കാളും വലുതാണല്ലോ നിങ്ങളുടെ കുടവയർ. അതെന്താ? നിന്റെ കോടല് വെളി വരും. ഫു, നാണം കെട്ടവന്മാര്. 25 കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന ഈ സിറ്റി, ഇത് കൺട്രോൾ ചെയ്യാൻ ഒരു കമ്മീഷണർ, 7 ACP, ഒരു ACPക്ക് താഴെ 56 ഇൻസ്പെക്ടർ, 76 സബ് ഇൻസ്പെക്ടർ, 562 കോൺസ്റ്റബിൾസും ഉണ്ട്. എന്നിട്ട് എന്താണ് ഇത്രയും കുറ്റങ്ങൾ ഇവിടെ നടക്കുന്നത്? പിടിച്ചുപറി, പോക്കറ്റടി, അങ്ങനെ 1412. സേട്ടുകടയിൽ ദ്വാരമിടുന്നു, ആളില്ലാത്ത വീട്ടിൽ എത്തിനോട്ടം, അങ്ങനെ 626. ഇങ്ങനെ മുഴുവനും ഒരു 50 ഗാങ് ആയിട്ട് പിരിഞ്ഞിരിക്കുക. കൊട്ടേഷൻ സംഘം, അടിപിടിക്കേസ്, അങ്ങനെ ഒരു 15 ഗാങ്. ആ 15 ഗാങ്ങിൽ ഒരു 416 റൗഡികളുണ്ട്. ഇതുവരെ നടന്നതെല്ലാം പോയിക്കോട്ടെ. ഇനി മുതൽ, ഈ നിമിഷം മുതൽ മധുരയിൽ കൊല, കൊള്ള, കൊട്ടേഷൻ, റൗഡീസം, ഇല്ലീഗൽ ബിസിനസ് എന്തെങ്കിലും നടന്ന് കണ്ടാൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കും സാർ. ചെരിപ്പൂരി അടിക്കും ഞാൻ. വല്ല കാര്യമുണ്ടോ? മനസ്സിൽ സുരേഷ് ഗോപിയാവുന്ന വിചാരം. ആക്ഷൻ എടുക്കുന്നവന്റെ കയ്യും കാലും വെട്ടിയെടുക്കും ഞാൻ. ആക്ഷനും എടുക്കാൻ പാടില്ല, റിയാക്ഷനും കാണിക്കാൻ പാടില്ല. കാരണം എന്താ? അതെ, എല്ലാവരും എന്റെ മാമനും മച്ചാനും ഒക്കെയാ. മനസ്സിലായല്ലോ? പറഞ്ഞത് മനസ്സിലായില്ല. എന്താണാവോ പറഞ്ഞത്? അതായത് തുടക്കമെല്ലാം അടിപൊളിയായിരിക്കും, പിന്നീടല്ലേ നിക്കറ് കീറുന്നത്. സാറേ, യെസ്. അതെ, അകത്തേക്ക് പോയി ചാർജ് എടുത്താലോ? പല പോലീസുകാരും ചാർജ് എടുത്ത് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ചാർജ് എടുത്ത് കണ്ടിട്ടുണ്ടോ? എൻ്റെ ചാർജ് കാണിക്കട്ടെ. അമ്മാവോ, ഈ മാമൻ എന്നോട് പോലീസായിട്ട് ചാർജ് എടുക്കാൻ പറയുവാ. ചാർജ് എടുത്തേക്കട്ടെ ഞാൻ? ശരി, ഓക്കേ. ഐ എം വെരി ഹാപ്പി.